ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും അനിയും കൂടി ചേർന്ന് ആ മാലയുടെ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ അനി കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ ആദർശ് സംസാരിച്ചപ്പോഴത്തേക്കും ഇനി ആ മാല കിട്ടാതെ തനിക്കൊരു സമാധാനം ഇല്ല എന്ന് അനി പറഞ്ഞു. അങ്ങനത്തെ എല്ലാവരും, മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരുടെ റൂമിലും ഇതിലെല്ലാം അരിച്ചു പെറുക്കി അന്വേഷിക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജലജ മാത്രം അവിടെ സന്തോഷവതിയായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അഭിമാനം ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും അന്വേഷണങ്ങൾ. ഈ സമയത്ത് കനകയും മക്കളും രണ്ടുപേരും കൂടി അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ ഇങ്ങനെ രണ്ടുപേരും മാറി നിൽക്കുന്നത്, എല്ലായിടത്തും നോക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങോട്ട് വന്നു. ഈ സമയം ദേവയാനിയും അതുപോലെ ജാനകിയൊക്കെ ഇറങ്ങി വരിക. അപ്പോൾ കനക ജലജയോട് അത് ശരി, നിങ്ങൾക്കല്ലേ ഈ വീട്ടിലെ മുറികളും മുക്കും മൂലയൊക്കെ അറിയാവുന്നത്, പിന്നെ ഞങ്ങളെവിടെ നോക്കാനാണെന്ന് കനകൻ ചോദിച്ചു. മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ട് എന്ന് ജലജ കനകത്തിനോട് അന്നേരം പറഞ്ഞപ്പം മോളെ എന്നും പറഞ്ഞു കനകൻ നയനയെ വിളിക്കുക. അപ്പോൾ ദേവയാനിയെ കണ്ടപ്പം എല്ലായിടത്തും നോക്കി ഏട്ടത്തി എന്ന് ചോദിച്ചു. ഇനി നിന്റെ മുറി കൂടി നോക്കാനുണ്ടെന്ന് പറഞ്ഞു ജലജയോട് ദേവയാനി. അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ കനക ഇങ്ങനെ നോക്കുന്നു, കനകയും ജലജയെ നോക്കുന്നു. അപ്പം നോക്കാതെ ചിലരൊക്കെ മാറി നിൽക്കുന്നുണ്ട് എന്ന് ജലജ മുള്ളും മുനയും വെച്ച് പറയുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ കനകം ഇങ്ങനെ ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും വെറുതെ നയനമോളുടെയും അമ്മയെയും ഒന്നും കുറ്റപ്പെടുത്തരുത്, സത്യം അറിയാതെ എന്ന് ജാനകി പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞ് ജലജ എന്നിട്ട് ഒന്നും അല്ലാത്ത പോലെ അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയിട്ടോ. ജലജ അങ്ങ് കയറിപ്പോയപ്പോൾ പുറകെ വാല് പോലെ മോനും കയറിപ്പോയി. ബാക്കി എല്ലാവരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ കനകത്തിന് ഭയങ്കര ഒരു സങ്കടം. കാരണം കനകത്തിനെ ഇങ്ങനെ കുറ്റക്കാരിയാക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് നയനയ്ക്കും നവിക്കും ആ ഒരു സങ്കടമുണ്ട്. കനകം വന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ജലജയോട് അമ്മ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടോളാൻ പറഞ്ഞു. അതെന്താണെന്നൊന്ന് പറഞ്ഞുകൂടെയെന്ന് അഭി ചോദിച്ചു. എടാ, ഈ മാല കാണാതായതുകൊണ്ടേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് ജലജ അഭിയോട് പറയുന്നു. എൻ്റെ മുറിയിൽ കയറി അധികാരം സ്ഥാപിച്ചവൾ ഇന്ന് പുറത്തു പോകുന്നു മാത്രമല്ല, അവൾക്ക് ഇനി ഒരിക്കലും ഇവിടേക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം ജലജ അഭിയോട് പറയുന്നു. അതുപോലെ തന്നെ കല്യാണ സമയത്ത് പെൺകുട്ടിക്കിടാനുള്ള മാലയത് അത് കാണാതായതുകൊണ്ട് ഈ കല്യാണം വേണോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്നുകൂടി മുത്തശ്ശനും മുത്തശ്ശിയും ചിന്തിക്കുന്ന കാര്യം അത് 100% ഉറപ്പാണെന്നും പറയുന്നു. അപ്പം മാല മോഷണം പോയതിൻ്റെ പിന്നിൽ അമ്മയാണല്ലേ എന്ന് അഭി ചോദിച്ചപ്പം അതൊന്നും നീ ഇപ്പം അറിയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു ജലജ. ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നതേ നിനക്ക് തന്നെയാടാന്നും പറഞ്ഞ് എല്ലാവരും മാല തിരയുകയാ. അതിപ്പോൾ ഭദ്രമായിട്ട് ഒരിടത്ത് വിശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഏതായാലും നീ വാ, കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞു. അവസാനം കുരുക്ക് നമുക്ക് വീഴും അമ്മേ, അതിനെ നീ അല്ലടാ ഞാൻ കേട്ടോ. നിന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യം അത് ഉറപ്പാ. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. ഇന്ന് അവളുടെ നെഞ്ചത്ത് ആണി അടിക്കുന്ന ദിവസമാണ്, നീ കാത്തിരുന്ന് കണ്ടോളാൻ പറഞ്ഞു അമ്മ. അതുപോലെ ഇവിടെ ഒരുത്തുണ്ടല്ലോ ജാനകി, അവൾക്ക് നയനാന്ന് വെച്ചാൽ അങ്ങ് വലിയ ജീവന. ഇന്നത്തോടെ അതും അങ്ങോട്ട് ഇല്ലാണ്ടായിക്കോളും. നീ നോക്കിക്കോ, നീ വാ ഇങ്ങോട്ട്, കാഴ്ചകളൊക്കെ കണ്ണറച്ച് കാണണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയും മോനും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നു. ഈ സമയത്ത് വീണ്ടും അവിടെ അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആദർശും നയനയും ഒക്കെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കും, അനിയും എല്ലാവരും. അപ്പോൾ ആ സമയത്ത് ആർക്കും അങ്ങനെ ആ ഒരു കനകയുടെ ഭാഗം ഇത് നോക്കാനൊന്നും പറയാനായിട്ട് പറ്റണില്ല. പക്ഷെ എന്തായാലും ഒരു റൂമിലേക്ക് ചെല്ലാനായിട്ട് തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് കയറി വരുമോ, ദേവേനെ എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. അമ്മയും മോനും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അപ്പോൾ എല്ലാവരും ഒന്നും ഒഴിവാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് കനകയെ കൊണ്ട് മക്കളെ കൊണ്ട് നോക്കിക്കുന്നത്. ഈ ഭാഗം നോക്ക്, അപ്പോൾ അത് എൻ്റെ ഭാഗമാണെന്ന് നമ്മുടെ കനകം പറഞ്ഞു. ജലജ അത് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നോക്കുന്നില്ല എന്ന് അനി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്തിനാ അത് ഒഴിവാക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുക. അത് ശരിയാ മോനെ, അതുകൂടി എടുത്ത് നോക്കിക്കോളാൻ പറഞ്ഞു കനകം. അതുമാത്രമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ മോളെ എന്ന് പറഞ്ഞപ്പോൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനി കനകയുടെ ബാഗ് എടുത്ത് നോക്കുക. അങ്ങനെ അത് തുറന്നു, അതിനകത്ത് ഉള്ളതെല്ലാം ഇങ്ങനെ നോക്കുന്നു. പോരട്ടെ മാല പോരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജലജ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ നമ്മുടെ അനി എടുത്ത് പുറത്തിട്ടു. അപ്പം മൊത്തം മാറ്റി നോക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് കനകം പറയുന്നു. അപ്പോൾ അനി മുഴുവൻ എടുത്ത് നോക്കുക. അപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ അതിലൊന്നും കിട്ടിയില്ല. എന്നാലും ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ചാടി കയറി വന്ന് മൊത്തം എല്ലാം കൂടെ അരിച്ച് പറക്കി നോക്കുക. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ കിടന്ന് വെപ്രാളം കൂട്ടിയാണ് ജലജ നോക്കുന്നത്. കാരണം അനി നോക്കിയപ്പോൾ ബാഗിൽ സാധനമില്ല. അപ്പോൾ പിന്നെ ഒന്നുകൂടെ നോക്കിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ വെച്ച സാധനം ജലജയ്ക്കല്ലേ അറിയാവുന്നത്. ജലജ എന്നിട്ട് മൊത്തം അരിച്ച് പറക്കി നോക്കുക കേട്ടോ. അങ്ങനെ മൊത്തം അരിച്ച് പറക്കി നോക്കുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക.
അപ്പോൾ നീ ഇതിനകത്ത് മാല ഉള്ളതുപോലെയാണല്ലോ ഓരോന്ന് നോക്കുന്നതെന്ന് മുത്തശ്ശൻ അന്നേരത്തേക്കും പറഞ്ഞു. ജലജ അന്നേരം ഇങ്ങനെ നോക്കുക അച്ഛനെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശോശോ എന്നും പറഞ്ഞുകൊണ്ട് മുഴുവനും വാരി വലിച്ച് സാരിയൊക്കെ എടുത്ത് കുടഞ്ഞും പെറുക്കിയൊക്കെ നോക്കുക. പക്ഷെ അതിൽ നിന്ന് സാധനം കിട്ടിയില്ല. അപ്പോൾ ജലജ ഒന്ന് ഞെട്ടി. ഈശ്വരാ, മാല പോയോ? ഞാൻ ഇതിനകത്താണല്ലോ വെച്ചത്, എന്നാലും അതെവിടെ പോയി? അവൾ ബാഗ് തുറന്നങ്ങനെ അടിച്ചു മാറ്റിയോ? എങ്കിൽ എൻ്റെ പ്ലാൻ എല്ലാം പൊളിയല്ലോ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ ഇങ്ങനെ കഴുത്തും ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ആ സമയം എൻ്റെ അപ്പച്ചി ഈ മുറിയിലൊന്നും ഇല്ല, നോക്കിയതൊക്കെ മതിയെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മുടെ അനി അങ്ങ് പറഞ്ഞു. എന്തായാലും അത് ഈ വീട്ടിൽ തന്നെ കാണും, ഒന്നുകൂടി എല്ലാവരും ഒന്ന് അരിച്ചു പറക്കി നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോകുക. ആ സമയത്ത് അഭി ഇങ്ങനെ പല്ല് നിർമ്മി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്, എല്ലാം പൊളിഞ്ഞല്ലോ എന്നോർത്ത്. അപ്പോൾ എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കനക്കും അതെല്ലാം കൂടെ പെറുക്കിയെടുത്ത് വെക്കുക തിരിച്ച്. ഈ സമയത്ത് നമ്മുടെ നവ്യയും അതുപോലെ നയനിയും കൂടി പരസ്പരം മുഖം നോക്കുവാണേ. എന്തായാലും തലനാരിഴയ്ക്കാണ് അത് രക്ഷപ്പെട്ടു പോയത്. ജലജയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നു. എന്നാലും അതെവിടെ പോയി ആരെടുത്തു എന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും അഭി പിന്നാലെ ഇറങ്ങി വരുന്നു. അപ്പോൾ അമ്മ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നത് കണ്ടോണ്ടാണ് വരുന്നത്. ബുദ്ധിമതിയായ അമ്മ എന്താ ഇങ്ങനെ വാടിക്കരി നിൽക്കുന്നതെന്ന് അഭി ചോദിച്ചപ്പം, എടാ ഞാൻ അവളുടെ ബാഗിൽ ആ മാല വെച്ചതാന്ന് പറഞ്ഞപ്പം, എന്നിട്ട് എവിടെയാണെന്ന് ചോദിച്ചു മകൻ. അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നത്. എന്നെ മണ്ടനെന്നും മരമണ്ടനെന്നും ഏതു നേരം അമ്മ വിളിക്കാറുണ്ടല്ലോ. അമ്മയുടെ ബുദ്ധി തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടേ നമുക്ക് അബദ്ധങ്ങൾ മാത്രമേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ, നീ പോടാന്ന് പറഞ്ഞു അമ്മ. അമ്മ എന്തിനാ എന്നോട് ചൂടാകുന്നത്? ഈ നയനെന്ന് പറയുന്നവളെ ഈ വീടിനകത്ത് കയറുന്നതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം ഒരു പരിധി വരെ ജയിച്ചിട്ടുണ്ട്, അതുപോലെ പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്താ? അതുകൊണ്ടാണ് നിന്റെ മുത്തശ്ശൻ നിന്നെ കുട്ടിക്കാലം മുതലേ ഇഷ്ടമല്ലാത്തത്. അന്നേരം വലിയ ഇതുപോലൊരു മുത്തശ്ശനുള്ളതും ഉണ്ടാവും ഒന്നും നടക്കാത്തതെന്ന് അന്നേരം അഭി പറയാം. അല്ലെങ്കിൽ എന്നേ കോടികൾ ഉണ്ടാക്കിയാനേ ഞാനെന്നൊക്കെ പറഞ്ഞപ്പോൾ, എടാ ആ മുത്തശ്ശൻ്റെ വിശ്വാസം പിടിച്ചു പറ്റുകയാണ് വേണ്ടത്, അതിന് നിന്നെ കൊണ്ടായില്ലല്ലോ, അതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരികയാണെന്നൊക്കെ പറയുന്നു. കനകയെയും മക്കളെയും എങ്ങനെയെങ്കിലും അടിച്ച് വെളിയിൽ കളയാനും അനിയുടെ കല്യാണം നടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം, അല്ലമ്മേ ആ മാലവിനെ എവിടെ പോയി കാണുമെന്ന് അഭി ചോദിക്കുന്നു. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞു ഇവർ. ചിലപ്പോൾ ആ ബാഗ് അവർ തുറന്നു നോക്കിയിട്ടുണ്ടാകും, അപ്പോഴാ മാല അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടും ഉണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് പോലീസിൽ കേസ് കൊടുത്താലോ, അവരൊന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് പറയുമ്പോൾ, മുത്തശ്ശനെങ്ങാനും പോലീസിൽ വിളിച്ചു പറഞ്ഞാലേ അവർ വരുന്നത് പോലീസ് നായയായിട്ടായിരിക്കും, അങ്ങനെയെങ്കിലേ അമ്മയും ചിലപ്പോൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു അഭി. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പം, അമ്മയല്ലേ ആ മാല എടുത്തത്, അപ്പോൾ ആ മാല എടുത്തവരെല്ലാം പോലീസ് നായ മണത്ത് കണ്ടുപിടിക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം, ആകെ പ്രശ്നമായോടാ. ഇനിയിപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തില്ലെങ്കിലോ 10-20 പവൻ്റെ മാല അവളുമാർക്ക് സ്വന്തമാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എടാ ഞാനത് അവളുടെ ബാഗിലട വെച്ചത്, എന്നിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ. ഞാൻ എന്തായാലും അത് ഒന്നുകൂടി പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ജലജ പോകാൻ തുടങ്ങുമ്പോൾ മകൻ തടഞ്ഞു. അമ്മേ ഇനി അമ്മ ഇതുപോലുള്ള ബുദ്ധി ഒന്ന് പ്രയോഗിക്കില്ലേ എന്നും പറഞ്ഞു. നിന്നെ പോലെ ബുദ്ധി വികസിക്കാത്ത മക്കളുണ്ടായാലേ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്നാണ് അന്നേരത്തേക്ക് അമ്മ പറഞ്ഞത്. അതും പറഞ്ഞ് അമ്മ വീണ്ടും അത് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവുക മുറിയിലേക്ക്. അങ്ങനെ മുറി തുറന്ന് അകത്ത് കയറി കനകയുടെ ബാഗ് എടുക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അരിച്ചു പറക്കി നോക്കുക. അപ്പോഴേക്കും എന്തേ അങ്ങോട്ടേക്ക് കാണേണ്ടവർ വന്നു. അവർ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക, അതായത് നവ്യയും നയനയും കൂടി. എന്താ ഒന്നും കിട്ടിയില്ലേ എന്ന് നമ്മുടെ നയന ചോദിച്ചപ്പോഴത്തേക്കും ജലജ ആകെ പതറിപ്പോയി. ജലജ ഇങ്ങനെ ആകെ വരണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നയന അങ്ങോട്ടേക്ക് ചെന്നു. എന്താ മാല നോക്കുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഞാനതൊന്നും അല്ല നോക്കിയത്. പിന്നെ നിങ്ങൾ എന്താ നോക്കിയെന്ന് ചോദിച്ചു നവ്യ. അല്ല വെറുതെ ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. എൻ്റെ അമ്മ മാല എടുത്തു എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിച്ചതൊക്കെ. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയോ അമ്മ മാല എടുക്കും എന്നുള്ളതെന്ന് നയന ചോദിച്ചപ്പോൾ ജലജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് പിന്നെ എല്ലായിടവും ഞാനൊന്ന് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു ജലജ. ഈ മുറിയിൽ വന്ന് അമ്മയുടെ ബാഗ് നോക്കാനുള്ള കാരണം എന്താണെന്നാ ചോദിച്ചത് എന്ന് നവ്യ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു. ഇത് നേരത്തെ അനി സെർച്ച് ചെയ്തതല്ലേ, പിന്നെന്തിനാ ഈ ബാഗ് വീണ്ടും നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെന്ന് നവ്യ ചോദിച്ചു. അപ്പം അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ നിങ്ങളൊന്നും പറയാത്തതെന്ന് നയന ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നയന ആ മാല ഇങ്ങനെ പൊക്കി കാണിക്കുക. ദാ ഇത് കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭയങ്കര ടെൻഷനിൽ നിൽക്കുക ജലജ. എടി കള്ളി, അപ്പം നീയാ ഇത് മോഷ്ടിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇതാരാ മോഷ്ടിച്ചതെന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് നയന പറഞ്ഞു. അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ മൊബൈലിലുണ്ട് താനും. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ഞെട്ടി. പൂജാമുറിയിൽ ഈ മാല വെച്ചപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ എന്തായാലും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നയന പറയുന്നു. ദേവയാനി ദേ കിടക്കുന്നു തലയും കുത്തി താഴെ.
എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തുമാത്രം നാടകം കളിക്കുമെന്നേ ഞങ്ങളൊന്ന് നോക്കിയതാണെന്ന് പറഞ്ഞു. അപ്പം നാണമില്ലല്ലോ നിങ്ങൾക്ക്? അനിയുടെ കല്യാണം മുടക്കണം, എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടിയല്ലേ നിങ്ങളിത് ചെയ്തതെന്ന് നവ്യ ചോദിക്കാം. ഇതെല്ലാം അവരോടും പറയണം നയനെ. അപ്പം ദൈവത്തെ ഓർത്ത് ചതിക്കരുതെന്ന് ജലജ. നിങ്ങളല്ലേ ചതി മുഴുവനും ചെയ്യുന്നത്, എന്നിട്ട് ഞങ്ങളത് നിങ്ങളോട് ക്ഷമിക്കണം അല്ലേ? അതെവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ചു. ഇതൊന്നും ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ അമ്മ കളിയാകുമായിരുന്നില്ലേ എന്ന് നയന ചോദിക്കാം. അപ്പോൾ ഒരു തെറ്റുപറ്റിപ്പോയി, സഹായിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുമ്പം ഇന്ന് ഇവരെ പൊളിച്ചെടുക്കണം നയനെ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ഇത് എത്രാമത്തെ തവണയാണ് ഇവരുടെ മോനും കൂടി ഇതുപോലെ ഓരോ തലവേദനകൾ ഉണ്ടാക്കി വെക്കുന്നതെന്നൊക്കെ നവ്യ പറയുമ്പം ആ തലവേദനകൾക്കൊക്കെ ഒടുവിൽ തിരിച്ചടി കിട്ടുന്നത് ഇവർക്ക് തന്നെയല്ലേ ചേച്ചി എന്ന് നയന എന്നേരം ചോദിച്ചു. അതുകൊണ്ട് ഇത്തവണ കൂടി നമുക്ക് വെറുതെ വിട്ടേക്കാവെന്നും നയന പറയുവാണേ. അപ്പോൾ നവ്യയ്ക്ക് അത് ദേഷ്യം വന്നു. ഇനി ഇതുപോലുള്ള കളികൾ ഇവിടെ വേണ്ട, പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. ഇത് എവിടെ ഇരുന്നേന്ന് വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുവന്നങ്ങ് വെച്ചേക്കണം. ഞങ്ങളായിട്ട് ഇതാരോടും പറയുന്നില്ല, ഞങ്ങളുടെ അമ്മയ്ക്കരികിൽ പോലും പറയുന്നില്ല. പേരും കള്ളിയെന്നാ നമ്മുടെ അമ്മയെ ഇവർ വിളിക്കുന്നത്. പക്ഷെ ഇപ്പം ഈ പേര് ചേരുന്നത് ആർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നവ്യ ചോദിച്ചു. ജലജയ്ക്ക് ഒന്നും മിണ്ടാനില്ലല്ലോ. ഒന്നും മിണ്ടാതെ ജലജ ആ മാലയും കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക. ജലജയാണെങ്കിൽ ആകെ പെട്ടു. അപ്പോൾ ഈ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിന് വിഘ്നേശ്വരന് മുന്നിൽ 101 തവണ അവരെ കൊണ്ട് ഏത്തിടിക്കുക വേണ്ടതെന്ന് നവ്യ നയനയോട് പറയുമ്പം പോട്ടെ ചേച്ചി, ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിതെല്ലാവരെയും അറിയിക്കാമെന്നും പറഞ്ഞ് നയന തൽക്കാലം ക്ഷമിക്കാനും നവ്യയോട് പറയുന്നു. എന്ന് പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുക. കാരണം ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരിതിലേ. അങ്ങനെ അത് കഴിഞ്ഞു. നയനയും നവ്യയും കൂടി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിൽ ജലജ പൂജാമുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ പൂജാമുറിയിൽ കയറി ഇങ്ങനെ ആ മാല വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. നീ ഇവിടെ എന്ത് ചെയ്യുവാണെന്നും ചോദിച്ചു. എന്ത് ചെയ്യാനാ, ഏട്ടത്തിയുടെ മരുമകളെ കണ്ണുപൊട്ടിയാണെന്നാണ് തോന്നുന്നത്, മാല ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകിയും വന്നു. ഇവർ രണ്ടുപേരും കൂടെ നോക്കുക. ജലജ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് നവ്യയും നയനയും വന്നു. അപ്പോൾ മോള് 2 പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിയതല്ലേ, എന്നിട്ട് ഇത് കണ്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ജാനകി നയനയെ കണ്ടപ്പോൾ ഇല്ല കണ്ടില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ മാല എടുത്ത് മാല വെച്ചത് എടുത്ത് ഇങ്ങനെ നമ്മുടെ നയന നോക്കുമ്പോൾ അല്ല ഇതിപ്പോൾ എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിക്കുന്നു. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ജലജ. ഇവിടെയൊക്കെ ഞാൻ നോക്കിയതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന. അപ്പോഴത്തേക്ക് ജലജ നിന്നിങ്ങനെ ഉരുകുവാണേ. അപ്പോൾ കനകം ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ സമയത്ത് നവ്യയും നയനയും കൂടെ പരസ്പരം നോക്കുന്നു. ഈ സമയം ഇനി എടുത്തോര് തന്നെ വീണ്ടും കൊണ്ടുവന്ന് വെച്ചതാണെന്ന് അറിയില്ല എന്ന് നവ്യ പറഞ്ഞപ്പം നഷ്ടപ്പെട്ടു പോയ മാല ദൈവത്തിൻ്റെ കൃപയാൽ കണ്ടുപിടിച്ചത് ഞാനാ, എന്നിട്ടിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ജലജ അവിടെ നിന്ന് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ പറയുമ്പോഴത്തേക്ക് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ മാല കിട്ടിയച്ചാ ഇവിടെ പൂജാമുറി തന്നെ ഉണ്ടായിരുന്നു എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ ഇവിടെയോ എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ ഇടയ്ക്ക് ദൈവം അത് ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും പോയതായിരിക്കും, തിരികെ വന്നപ്പോഴേ ഊരി വെച്ചതാണെന്ന് നവ്യ. അതുപോലെ അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് നവ്യ പറയുമ്പം ഞാൻ ഇവിടെ വന്ന എല്ലായിടം ശ്രദ്ധയോടെ നോക്കിയപ്പോഴാണ് ആ മാല കണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ ജലജ എല്ലാവരുടെയും മുന്നിൽ. ആരും മറച്ചു വെച്ചതുപോലെ ഇവിടെ ഇരിക്കുകയായിരുന്നു എന്നിങ്ങനെ ജലജ പറയുമ്പം ആരാ അതിവിടെ മറച്ചു വെച്ചതെന്ന് മുത്തശ്ശൻ ചോദിച്ചു. എന്തായാലും നയനമോളല്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോൾ അങ്ങനെ നമ്മുടെ നയനെ നോക്കുക. ക്യാഷിൻ്റെ ആവശ്യം വരുമ്പം നീയാണല്ലോ അബി സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യാറ്, നീ എടുത്തുകൊണ്ട് പോയിട്ട് പിടിക്കപ്പെടുമെന്ന് ഭയന്ന് തിരിച്ചുകൊണ്ട് വെച്ചാണോ എന്നൊക്കെ ആദർശ് അബിയോട് ചോദിച്ചപ്പം അയ്യോ ഞാനൊന്നും അറിഞ്ഞതുപോലും അല്ല എൻ്റെ ഏട്ടാന്ന് അബി പറയുകയാണ്. നഷ്ടപ്പെട്ടു പോയ മാലയുടെ പേരിൽ ഇവിടെ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത് ഇവളാ, എന്നിട്ട് ഇവൾ തന്നെ അത് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പൊരുത്തക്കേടില്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ നിന്ന് വേർക്കുവാണ് ജലജ. ഏതായാലും പോയ മാല തിരിച്ചു കിട്ടിയല്ലോ മുത്തശ്ശ എന്ന് ആ ഒരിത് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു വിവാദമാക്കാൻ താല്പര്യമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ തിരികെ കൊണ്ടുവന്ന് വെച്ച് എലി വല്ലതുമാണോ എന്നിങ്ങനെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ആ മാല എടുത്ത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക. അങ്ങനെ മൊത്തം ഇങ്ങനെ എടുത്ത് നോക്കി. ഇത് സ്വർണം തന്നെയാണ് മോളെ, ഇത് മോള് തിരിച്ചു വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മുക്കാണോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് മുത്തശ്ശൻ അങ്ങനെ വെച്ചു. ഏതായാലും കുറച്ച് നേരത്തേക്ക് ശ്വാസം നിന്ന് പോയത് അത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി. മാല കാണാതായപ്പോൾ തന്നെ അത് നല്ല ലക്ഷണമല്ല എന്നും പറഞ്ഞ് ചിലരൊക്കെ സംസാരം തുടങ്ങി. എന്തെങ്കിലും പറഞ്ഞാൽ ഈ കല്യാണം മുടക്കണം, ഇവിടെ ചിലർക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് ജലജയെ കൊള്ളിച്ച് പറയുകയാണ് നമ്മുടെ ജാനകി. നമ്മൾ അമ്പലത്തിൽ പൂജ ചെയ്യാൻ പോയപ്പോഴേ അവിടെ നടന്നതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ലല്ലോ, അതിൻ്റെ കൂടെ മാലയും കൂടി കാണാതെ പോയത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ജലജ. അതിന് നീ വളച്ചൊടിക്കൊന്നും വേണ്ട ജാനകി എന്നും പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നു ജലജ. നീ നിന്റെ മക്കളും അല്ലാതെ ആരും നന്നാവുന്നത് നിനക്ക് ഇഷ്ടമല്ല ജലജ എന്ന് ദേവയാനി സത്യം പറഞ്ഞു.
എന്തായാലും ഇവരുടെ പെൺമക്കൾ പുറത്തു പോയി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ നിന്നിരുന്നെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട ആ കുട്ടികളെ കൂടി ഇവള് വഷളാക്കി കളഞ്ഞേനെ എന്ന് പറഞ്ഞു. എന്തുണ്ടായാലും എനിക്ക് എൻ്റെ മക്കൾക്കും കുറ്റമാണല്ലോ എന്ന് ജലജ പറഞ്ഞപ്പോൾ അത് വെറുതെ പറഞ്ഞതല്ലല്ലോ. മാല കാണാതായപ്പോൾ മുതൽ നീ കനകയും അവരുടെ മക്കളെയും ഉന്നം വെച്ച് തന്നെയല്ലേ സംസാരിച്ചത്? പ്രത്യേകിച്ച് കനകയെ. ഈ തറവാട്ടിലെ 2 മരുമക്കളുടെ അമ്മയാവള്. അത് ശരിയാ, കനകയ്ക്ക് വേണ്ടത്ര പരിഗണന നീ കൊടുക്കുന്നില്ല. അതിൻ്റെ കൂടെ അവരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ നീ കനകയ്ക്ക് അടിമപ്പണി ചെയ്യേണ്ടി വരും. നിന്നെക്കൊണ്ട് ഞാനത് ചെയ്യിക്കുമെന്ന് മുത്തശ്ശൻ ജലജയ്ക്ക് വിധി എഴുതുന്നു. ജലജയ്ക്കുള്ള ശിക്ഷയും വിധിച്ചിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയ നമ്മുടെ ജലജ ഇപ്പോൾ ഒരടിമയായി മാറുന്നൊരു ലക്ഷണം എല്ലാം വന്നു തുടങ്ങി. ആ സമയത്ത് ഇപ്പോഴേ എനിക്കൊന്ന് സമാധാനമായതെന്ന് കനകം പറഞ്ഞു മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ. അത് നിന്റെ മനസ്സിൻ്റെ നന്മയാണെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയാം. ഇതുപോലെ ഇവളെ നിന്നെ ഉന്നം വെച്ച് സംസാരിക്കുമ്പോൾ നീ കൊടുക്കേണ്ട മറുപടി തന്നെ കൊടുക്കണമെന്ന് മുത്തശ്ശി ഇങ്ങനെ കനകത്തിനോട് പറയട്ടെ. ജോളി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. അതല്ലാതെ മുഖത്തടിക്കണമെന്നുള്ളതാണെങ്കിൽ അടിക്കണം, അതൊന്നും ശരിയല്ല എന്ന് ഇവിടെ ആരും പറയാനായിട്ട് പോണില്ല എന്നും പറഞ്ഞു. എന്നും പറഞ്ഞ് കനക ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇവർക്ക് അതങ്ങ് ബോധിച്ചു. ജലജയാണെന്നുണ്ടെങ്കിലോ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കനകത്തിനെ. അപ്പോൾ കനക ഇങ്ങനെ ചിരിച്ചു പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നതിന് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.